ഭയങ്കര രസമാണ്. ഫാദിക്കായിട്ട് ഞാൻ ആ സീനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ ഫാദിക്ക ആലോചിച്ച് കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് സംസാരിക്കും. അതായത് ഞാൻ ഫാദിക്കയുടെ ഹോസ്റ്റലായിട്ടായിരുന്നു. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഫാദിക്ക 8th or 9th അന്നത്തെ കാര്യമൊക്കെ ചോദിക്കും. ശ്രാവൺ മുകേഷ് സാറിന് അവൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ നല്ല രസമാണ് ഫാദിക്കോടൊപ്പം വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഈ കൺഫേം ദാറ്റ് ഫാദിക്ക ഫിലിം സ്കൂളിൽ പോയിട്ടില്ല, ആക്ടിങ് പഠിച്ചിട്ടില്ല എന്നാണ്. 100%. നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു ക്രൗഡ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയ പ്രേക്ഷകരാണ്. അപ്പോൾ ഇനി വേൾഡ് സിനിമയിൽ തന്നെ. അപ്പോൾ ഈ ടോപ്പിക്ക് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളി ഓഡിയൻസ് തന്നെയായിരിക്കും. പാട്രിയോട്ട് എന്ന പടം 2026 എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അല്ല, അത് ഹൗ ടെക്നോളജി ഇസ് യൂസ്. നമ്മൾ പൊതുവെ മലയാള സിനിമയിൽ ട്രഡീഷണൽ ബേസ് കഥകളാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത്. പക്ഷേ ടെക്നോളജി ഇത്രയും ഭംഗിയായിട്ട് യൂസ് ചെയ്ത് ഇൻ ടേംസ് ഓഫ് ആക്ഷൻ സീക്വൻസസ് ആയാലും ഇൻ ടേംസ് ഓഫ് ലൊക്കേഷൻസ് ആയാലും, അപ്പോൾ ഇതിൻ്റെ ടേംസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റൻ്റ്ലി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിലൊരു സീനുണ്ട്, മമ്മൂക്ക ഒരു ഫോൺ ഡിസ്മാൻഡിൽ ചെയ്യുന്ന. വലൈക്കും സ്ലാം. താങ്ക് യു. അപ്പോൾ അത് ഇൻസ്റ്റൻ്റ്ലി ആൾക്കാർ കൈയടിക്കുക. ബിക്കോസ് ദിസ് ഇസ് സംതിങ് വി ഡു. നമ്മൾ വ്ളോഗേഴ്സ് ഒരു ടെക്നിക്കൽ സാധനം പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാവർക്കും ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. ശരിയാണ്.